കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോട്ടയം അഭയമന്ദിരത്തിലെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ തന്നെ എറണാകുളം കേന്ദ്രമാക്കി ഇത്തരത്തിലൊരു വിനോദയാത്ര പോകുന്നത്. എറണാകുളം ഹിൽ പാലസ് ഒപ്പം ലുലു മാളൊക്കെ കണ്ട് തിരിച്ച് മടങ്ങി വരുന്നതായിരുന്നു ഇവരുടെ ടൂർ പ്ലാൻ എന്ന് പറയുന്നത്. എറണാകുളം ഹിൽ പാലസ് എത്തിയ സമയത്താണ് ഇത്തരത്തിൽ അവിടെ ഒരു സിവിൽ പോലീസ് ഓഫീസറായിരുന്ന എൽദോസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഈ 125ഓളം വരുന്ന അമ്മമാരെയും അച്ഛന്മാരെയും ഒരു കാരണവുമില്ലാതെ ഇത്തരത്തിൽ തെറി വിളിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ഹിൽ പാലസ് കാണാൻ നമ്മൾ അച്ഛനമ്മമാരുമായിട്ട് എത്തിയതാണ്. പക്ഷെ വളരെ മോശം അനുഭവമാണ് നമുക്കുണ്ടായത്. പക്ഷേ 95ഓളം അച്ഛനമ്മമാരുണ്ടായിരുന്നെങ്കിലും ഇവർക്ക് വയ്യാത്തവരായതുകൊണ്ട് അവരൊന്നും കുറേ ആളുകൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് തയ്യാറായില്ല. നമുക്കല്ലാതെ കാണാമെന്നുള്ള രീതിയിലാണ്. പക്ഷേ പാർക്കിംഗ് ഫീ എടുത്തിട്ട് പോലും വണ്ടിയിലിരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും മൊത്തം ആളുകൾക്കും ടിക്കറ്റ് എടുക്കണം എന്നാണ് അവർ പറയുന്നത്. അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പാർക്ക് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വണ്ടിക്കകത്തിരുന്നിട്ട് പാർക്കിംഗ് ഫീസും നമ്മൾ പിന്നെ ടിക്കറ്റ് ചാർജും കൂടെ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? അപ്പം ഞാൻ പറയുന്നുണ്ട്, സ്നേഹക്കൂട് അഭയമന്ദിരത്തിൽ നിന്നാണ് അനാഥരായിട്ടുള്ള അച്ഛനമ്മമാരാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കയറുന്നവർക്കുള്ള ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ബാക്കി ബസ്സിനൊക്കെ ടിക്കറ്റ് എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അയാൾ വളരെ മോശമായിട്ടാണ് ഞങ്ങളോട് പ്രതികരിച്ചത്. ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. ചീത്ത വിളിച്ചുകൊണ്ടാണ് നമ്മൾ അച്ഛനമ്മമാരെ കൊണ്ടുവന്നിരിക്കുന്നതിന് ചീത്ത വിളിച്ചുകൊണ്ടാണ് അയാൾ അഭിസംബോധന ചെയ്തത് തന്നെ. അയാൾക്കൊരു കുടുംബം ഉള്ളതല്ലേ എന്നോർത്തിട്ട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ എല്ലാവരും കംപ്ലൈൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തന്നെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട്. പാലസിൻ്റെ വാതൊക്കെ വെച്ച് തന്നെ ഇൻസൾട്ട് ചെയ്ത് ഞങ്ങളെല്ലാം മോശമാക്കി ഞങ്ങളോട് പെരുമാറി. എന്നിട്ട് പുള്ളി എൻജോയ് ചെയ്യുമായിരുന്നു. മൊബൈലിൽ വീഡിയോ എടുത്ത് ചിരിച്ച് കളിയാക്കി ചിരിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടതാണ്. എല്ലാവർക്കും വിഷമമായി മോനെ. ഞങ്ങളുടെ മോളെ ആക്ഷേപിച്ച് വിട്ടു, ഞങ്ങളെ ആക്ഷേപിച്ച് വിട്ടില്ലേ. ചീത്ത വർത്താനം അത് പറയാൻ കൊള്ളുകയില്ലാത്തൊരു ഭാഷ കൊണ്ട് പറയുന്നില്ല. ഇങ്ങനെ എന്നോർക്കുമ്പോൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. അമ്മ അവിടെ മണിച്ചിത്രത്താഴ് നമ്മൾ ഡാൻസ് ടീച്ചറായിരുന്നു. അപ്പം മണിച്ചിത്രത്താഴിലെ ആ ഒരു പാട്ട് അതിൻ്റെ മുന്നിലൊന്ന് പെർഫോം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടു കൂടി അമ്മ പോയതാണ്. അപ്പം കോസ്റ്റ്യൂമൊക്കെ ആയിട്ട് പോയതാണ്. അമ്മയ്ക്ക് അതവിടെ പറ്റാതെ വന്നതിലുള്ള വിഷമാണ്. കളിക്കാൻ പറ്റും കേട്ടോ, ഉടനെ കളിക്കാം. വയോജന ക്ഷേമങ്ങൾക്ക് വേണ്ടി കോടികൾ ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്ന ഒരു സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ ഈ ആരുമില്ലാത്ത ഈ അമ്മമാർ ഇത്തരത്തിൽ വിനോദയാത്രയ്ക്ക് പോയതും അവിടെ വെച്ച് ഇത്തരത്തിൽ തെറിയൊക്കെ തന്നെ കേൾക്കേണ്ടി വന്നത്. കോട്ടയത്ത് നിന്ന് ജവൻ തേക്കടിക്കൊപ്പം ഷിനോദ് എസ് ടി, മാതൃഭൂമി ന്യൂസ്.